ഹലോ ഗായ്സ് വാട്സാപ്പ്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഫോൺ ഗെയിമർ. നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ് ആണ്. റോബ്ലോക്സിൽ കളിക്കാൻ പോകുന്നത് 99 ഡേയ്സ് സർവേ. ഒരു 100 ലൈക്സ് ആണ് ഗായ്സ് നമ്മളെ ടാർഗറ്റ്. പ്ലീസ് സബ് ആൻഡ് ലൈക്ക്. 5ൽ 4 പേരായി. പ്ലീസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റിൽ അയച്ചാൽ മതി. നമുക്കത് ചെയ്ത് നോക്കാം. അത് ഫേക്കാണോ ഒറിജിനലാണോ ഒക്കെ. വരട്ടെ എന്നിട്ട് നമ്മൾ കുറച്ച് ലോഡാവാൻ സമയമെടുക്കും. നല്ല കാലാവസ്ഥയാണല്ലോ. മരം വെട്ട വെട്ടിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ റെഡി. ചെയ്ത് നമ്മൾ വെട്ടി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അവന്മാരൊക്കെ എടുക്കുകയാണെങ്കിൽ ഹെൽപ്പ് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഇങ്ങനെ കൊണ്ടുപോവാ. നമ്മൾ ലെവൽ 2 ആക്കി. ലെറ്റ്സ് ഗോ. നമുക്കിവിടെ മരം വെക്കാം. ഇവിടെ പ്ലാന്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും പ്ലാന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ പ്ലാന്റ് ചെയ്യാൻ അങ്ങോട്ട്. നമുക്ക് ഇതൊക്കെ എടുത്ത് നമുക്ക് മെഷീനിലിടാം. മെഷീൻ ഇത് തീരിടാം. നമുക്ക് മിസ്സിംഗ് ചൈൽഡ് പിന്നെ നോക്കാം. മിസ്സിംഗ് ചൈൽഡിനെ പിന്നെ കണ്ടുപിടിക്കാം. ഇപ്പോൾ പോയി കണ്ടുപിടിച്ച് ശരിയാവും. നമുക്ക് കുറേ ഫെസിലിറ്റീസ് സാധനങ്ങൾ കിട്ടും. ഗുഡ് ടാക്സ് കിട്ടാണ്ട്, ഗുഡ് സാക്ക് കിട്ടാണ്ട്, അതൊക്കെ കിട്ടി. റിവോൾവറൊക്കെ കിട്ടിയാൽ നമുക്ക് ഫസ്റ്റ് കിട്ടീനെ രക്ഷിക്കാം. മിക്ക കാണുന്നവരൊക്കെ സബ് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ്. ഇത് 99 ഡേയ്സ് കളിക്കുന്നവർ, ഫസ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സ് അറിഞ്ഞു വെക്കേണ്ടതാണ്. നമുക്ക് കുറേ സാധനം ആവശ്യമുണ്ട്. 99 ഡേയ്സ് എന്ന് പറയുന്നത് കുറേ വട്ടം സർവൈവും ചെയ്യണം. സർവൈവ് ചെയ്യണമെങ്കിൽ എങ്ങനെയെങ്കിലും കോളോ പിന്നെ ഫ്യൂൽ ക്യാൻസറോ അതൊക്കെ കിട്ടിയാൽ നമുക്ക് നല്ല കാര്യമാണ്. ക്യാൻസർ കേട്ടോ, തെറ്റായിട്ടിരിക്കരുത് പ്ലീസ്. ഫ്യൂൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ നമുക്ക് നോക്കണം. നമുക്ക് ലെവൽ 4 വരെ എത്തിച്ചാൽ അത്രയും നല്ലതാണ്. ഒരു പകുതി ആക്കിയാൽ അത്ര നമുക്ക് കുറേ നേരം കിട്ടും. ഞാൻ പോയി മരെടുക്കട്ടെ. മരെടുത്ത് പ്ലാന്റ് എടുത്ത് എന്ത് നമുക്ക് നടന്ന് കളിക്കുക. ഡിയർ വരുന്നവരെ. ഡേ 1 അല്ലേ ഉള്ളൂ. നമുക്കിത് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെയൊക്കെ പ്ലാന്റ് വയ്ക്കാൻ പറ്റിയ നമുക്ക് നല്ലതാണല്ലോ. ഷീൽഡ് മാതിരി വയ്ക്കാമല്ലോ. ടെക്നിക്ക് അങ്ങനെ വേണം. ഷീൽഡായി വെക്കണം. അതാണ് നമ്മളിവിടെയൊക്കെ ഷീൽഡ് വെച്ച കൾട്ടിസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. അതാ മാൻകുട്ടൻ നടക്കണ്. മാൻകുട്ടൻ. പോട്ടെ. എന്താ നമ്മളൊന്നും ചെയ്യാതെ പോണേ? പേടിച്ചോടുന്ന. അയ്യേ, പേടിയിട്ടുണ്ടായി. നമുക്ക് ഇതിനെ കൊന്ന് ഇറച്ചിയാക്കി ഫ്രൈ ആക്കണം. നമുക്കിതാ ചിക്കൻ എടുത്ത് ബണ്ണി ഫുഡ് നമുക്ക് ആവശ്യമുണ്ട്. പെൽറ്റ് റൈഡറിന് കൊടുക്കാൻ. അത് നാളെ വരും ചങ്ങി. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. നമുക്കിത് ചിക്കൻ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കഴിക്കാം. കഴിച്ച് ഇനി നമുക്കൊന്ന് മെഷീനിലിട്ട് വരട്ടണം കുറച്ച് സാധനങ്ങൾ.
ഗായ്സ് നമ്മൾ മെഷീനിലിട്ട് കുറച്ച് വരട്ടിയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് മരം വെട്ടാം. ഇന്ന് ആരും വരാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് വെട്ടി എടുത്തിട്ട് അതും വെട്ടീന്ന് കുറച്ച് ലാഗായി പോയി തോന്നുന്നു. വെട്ടട്ടെ വെട്ടി അടുത്തായിട്ട് അത് വെട്ടിയില്ല. വെട്ട് മരം വരെ വീണ്. ലെറ്റ്സ് ഗോ ഗായ്സ്. നമുക്ക് ഡേ 2 ആയി ഗായ്സ്. വെട്ടാം. വെട്ട് അങ്ങനെ മരം വെട്ടി ഒരു ഉറുപ്പുണ്ട്. അയ്യോ, അതിനെ കൊല്ലാം. നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ച് കൊല്ലും നമ്മൾ. തീർന്ന് കിട്ടി അതിനെ. ഞാൻ ചിക്കനൊക്കെ എടുത്ത് വരട്ടി അവിടെ മസാല മാതിരി ആക്കി വെക്കണം. എന്നിട്ട് അത് പൊരിച്ച് തിന്നണം. എന്താ ടേസ്റ്റ് ഇല്ലേ. എന്താ ചെയ്യാം. പോട്ടെ നമുക്ക് പോ. പെൽറ്റ് ട്രേഡ് ഇറക്കി. പിന്നെ നോക്കാം. ഇപ്പോൾ കൊടുക്കണോ? എന്ത് ചെയ്യാം. ഇപ്പോൾ കൊടുക്കണോ? വേണ്ട, എന്തിനും ഇപ്പം തന്നെ കൊടുത്തിട്ട്. നമുക്കിപ്പം തന്നെ കുറച്ച് ലെവൽ 4 ആക്കിയല്ലേ കാര്യമൊക്കെ നടക്കുകയുള്ളൂ. നമുക്ക് കുറേ തിരക്കുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. മണി ഫുഡ് എടുത്ത് ഇനി കൊടുക്കാം നമുക്ക്. പെൽറ്റ് റൈഡറിന് ഗുഡ് ടാക്സ് ഉണ്ട്, ഓൾഡ് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ഗുഡ് സാക്ക് ഉണ്ട്. ഗുഡ് സാക്ക് എടുക്കാം. ഗുഡ് സാക്ക് ഗൈസ്. കാരണം നമുക്ക് മരം വെട്ടിയ 5 കയറ്റാം. ഗുഡ് ടാക്സ് എന്തെങ്കിലും ചെസ്റ്റിൽ കിട്ടും നമുക്ക് മിക്കവാറും. അയ്യോ, പട്ടി സൈക്കോ പട്ടി. പോടാ പട്ടി. ഈ പട്ടീനെ നമ്മൾ കണ്ടാൽ തന്നെ പേടി നമുക്ക്. ഈ പട്ടി തീരെ പിടിക്കില്ല. ഈ പട്ടീനെ വെട്ടി പീസാക്കണം. അതിനെ പേടിപ്പിക്കാൻ തന്നെ ആ പട്ടി അറിഞ്ഞിരിക്കുക. നമുക്കിനി സ്റ്റോർ ചെയ്യാം ചിക്കനൊക്കെ. അതിൻ്റെ ഇറച്ചി തിന്നണം. അയ്യോ, അപ്പുറത്ത് പട്ടീൻ്റെ സീന. തുറക്കണ്ട വാതിൽ. റിവോൾവറിൻ്റെ ആമോ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് റിവോൾവറിൻ്റെ ആമോ വേണ്ടെന്ന്. ഗൈസ്, നമ്മൾ പറഞ്ഞ മാതിരി ഗുഡ് ആക്സ് കിട്ടി നമുക്ക്. ഗുഡ് സാക്ക് എടുത്തപ്പോൾ ഗുഡ് ആക്സ് കിട്ടി. നമുക്ക് റിവോൾവർ ആമോ എടുത്തത് നല്ലതായിട്ടോ. എടുത്തത് കാരണം നമുക്ക് ചിലപ്പോൾ ആമോ കിട്ടുകയാണെങ്കിലോ. ഇതൊക്കെ നമുക്ക് ഡ്രില്ലിങ് മെഷീനിലോ അല്ലെങ്കിൽ കത്തിക്കുന്നതിലോ ഇടാൻ നോക്കാം. ഏറ്റവും നല്ലത് തോന്നുന്നെങ്കിൽ ഡ്രില്ലിങ് മെഷീനിലല്ല, ഇത് കത്തിക്കുന്നതിലിടണം. അവിടെ എത്തിയിട്ട് നോക്കാം. ഗൈസ്, കുറേ ബണ്ണിയുണ്ട്. ഡ്രില്ലിങ് മെഷീനിലെല്ലാം കൂടി നമുക്ക് അതല്ലേ ഏറ്റവും നല്ലത്. കോലൊക്കെ കത്തിക്കുന്നതിലിടാം. ചിക്കനൊക്കെ വരട്ടി തിന്നണമായില്ല. ആദ്യത്തെ ചിക്കൻ നമ്മളെ കടിക്കാൻ നോക്കിയ പട്ടീനെ കൊന്നല്ല നമ്മൾ. അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ്, നമ്മളങ്ങനെ ചിക്കൻ തിന്നണം. ഗൈസ്, നമുക്ക് മരം വെട്ടിയിട്ട് ഇപ്പോൾ എടുത്തു പോയിട്ട് മരം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഡ്രില്ലിങ് മെഷീനിലോ അല്ലെങ്കിൽ കത്തിക്കുന്നതിലോ ഇടാം. ഇപ്പം എനിക്ക് ആവശ്യം ഇപ്പം മെല്ലെ പോകണം. നമ്മൾ ദൂരെ ഒന്നും പോയാൽ ശരിയാവില്ല. ദൂരമാകുമ്പോൾ മറ്റേ പട്ടി വരുമല്ലോ, ഡിയർ പറയുന്ന പട്ടി. അത് വന്നാൽ ശരിയാവില്ല. നമുക്കിപ്പോൾ എന്തുണ്ടാക്കാം. നമുക്ക് ഇത് കണ്ട സപ്ലൈ ക്രാറ്റ് വേണ്ടാന്ന് എൻ്റെ അഭിപ്രായം അല്ലേ ഗൈസ്. വേറെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട ടൈമുണ്ട്. ഞാൻ ചിന്തിക്കേണ്ട ഇപ്പോൾ. എന്ത് ചെയ്യും നമ്മളിപ്പോൾ. ഗൈസ്, എന്തോ ഇവിടെ തിളങ്ങിയിട്ടുണ്ടല്ലോ. സ്കെച്ച് സെയിൽസ്മാൻ. നമുക്ക് എന്താ നോക്കാം. 10 ഡയമണ്ട് കൊടുത്താൽ ഈ അപ്ഗ്രേഡ് ചെയ്യാമെന്നോ? അത് താഴത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഡയമണ്ട് കൊടുത്ത നമ്മൾ. പക്ഷേ ഇത് നമുക്ക് കിട്ടണില്ലല്ലോ കയ്യിൽ. ഇതെന്ത് പറ്റി?
ഒന്നും കൂടി മേടിച്ചാലോ? വേണോ ഗൈസ്? ഗൈസ് ഇതെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഇതെന്താന്ന് അറിയണവർ എനിക്ക് കമൻറ്റ് ചെയ്ത് തന്നാൽ മതി, ഞാനത് നോക്കാം. മരംകട്ട, ഇതും വെട്ടിക്കളാം. എല്ലാവിടെയും വെട്ടി വെച്ചാൽ നല്ലതാണല്ലോ. മരം വെട്ട, ഇതും മരം വെട്ടി അപ്പുറമൊന്നും വെട്ടിക്കളാം. വെട്ടിട്ടാണ് ഇതെന്താ ഇതിൻ്റെ അകത്തുണ്ടത്? നല്ല നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ. കോയിൻസ് കിട്ടി നമുക്ക് 5 കോയിൻസ്. അതിൻ്റെ അകത്തുണ്ടല്ലോ ഇത് ബാങ്കാ തോന്നുന്നു. ഇതും സ്റ്റോർ ചെയ്യാം നമുക്ക്. എൻ്റെ അമ്മത് എത്ര ഗോൾഡ്! ബാങ്കായി കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഗോൾഡ് കോയിൻസ് കിട്ടുക. ഗൈസ് ഇതിൽ ജയൻ്റ് ആക്സ് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ജയൻ്റോ റൈഫലോ റിവോൾവറോ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. സ്പീർ കിട്ടി. സ്പീർ നല്ല സാധനമാണ്. നമുക്ക് ഇത് കിട്ടിയിട്ട് നമുക്ക് നോക്കാം. കുട്ടീനെ രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് കൂടെ പോകാൻ ഇതിനെ കൊല്ലാം. കണ്ട ചിലപ്പോൾ നമ്മളെ ബണ്ണീസ് ചിലപ്പോൾ 2 ഷോട്ടിനൊക്കെ ചത്തേക്കും. സ്പീറുണ്ട് കണ്ട 2 ഷോട്ടിനും എത്തില്ലേ. അയ്യോ തിന്നുപോയി, നമ്മൾ അറിയാതെ തിന്നുപോയി. 2 ഷോട്ടിൽ എന്തായാലും ചാവും മറ്റേ ബണ്ണീസ്. പട്ടികളെ നമുക്ക് സ്പീർ കൊണ്ട് തട്ടാന്ന് എൻ്റെ അഭിപ്രായം. നോക്കാം. കുറച്ച് HP കുറയുണ്ട് എന്തായാലും. പട്ടികൾക്ക് 4 ഷോട്ട്. നമുക്കിതാ ഇനി സാക്കിലിട്ടിട്ട് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ബാക്കിൻ്റെ പരിപാടികൾ. നമുക്ക് സ്പീർ എടുത്ത് പോവാം. സ്പീർ ഉണ്ടാകുമ്പോൾ ഒരു ധൈര്യമാണ്. ഇവിടെ നമ്മൾ അവിടെ വെച്ച ഫയർ എന്താ സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത. ഇത് ചിലപ്പോൾ നമ്മൾ അവിടെ ഇടണമായിരുന്നു. നമ്മളെന്തെങ്കിലും ചെയ്തറിയാതെ പറ്റിപ്പോയതായിരിക്കും ഗൈസ്. ഒന്നെങ്കിൽ ലാഗ്, ഒന്നെങ്കിൽ ഗ്ലിച്ച്. എന്തൊക്കെയാണ് ഇപ്പം നടക്കണം? നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ കോല് നല്ല സാധനം കിട്ടി നമുക്ക്. ഇനി എന്ത് നമുക്ക് ക്യാമ്പറിലിട്ടേക്ക് ഇത് മൊത്തം. ചിക്കനൊക്കെ നല്ലത് നമ്മളെ കയ്യിലുണ്ടല്ലേ. ചിക്കനൊക്കെ റേഡിയോ നമുക്ക് മറ്റേലിടണം. ഡ്രില്ലിങ് മെഷീൻ കോലിപ്പോഴും നമ്മളെ കയ്യിലുണ്ടല്ലോ. നമുക്ക് ഇതും കത്തിച്ചേക്കാം. നമ്മൾ തിന്ന് എനർജി പൂർവ്വമായി നമ്മൾ റെഡി ആയിരിക്കും. ഇനി ഇതും ഹീറ്റ് ചെയ്തില്ല, നേരത്തെ ഹീറ്റ് ചെയ്തൂല്ലേ. നമുക്ക് ഈ മരം സ്പീർ കൊണ്ട് വെട്ടാണ്ട് ഇല്ല, ഗുഡ് ആക്സ് കൊണ്ട് തന്നെ വെട്ടാം. ഒക്കെ വെട്ടിയേക്കാളെ എന്തിനാ അവിടെ വെച്ചിട്ട് ഷീൽഡ് മാതിരി വെക്കുകയാണെങ്കിൽ കുറേ പ്ലാന്റ് വേണ്ടി വരും. ഒന്നിനൊക്കെയൊന്നായി എന്നാൽ ഡ്രില്ലിങ് മെഷീനിലിടാമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ കത്തിക്കാൻ കയ്യിലിടാം. എടുത്തെടുക്കുക. എത്രയാ മരങ്ങൾ വെറുതെ വെട്ടണ്ടായിരുന്നു എന്ന് എൻ്റെ പോത്ത അഭിപ്രായം. വെട്ടിക്കാൾ എന്തേലും വെട്ടാണ്ടതല്ലേ ഇതൊക്കെ. കറക്റ്റ് 15 ഗൈസ്, കറക്റ്റ് 15. എന്താ ഇതൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ. നോട്ടിഫിക്കേഷൻ പോയി. ഇനി നമുക്ക് ഡ്രില്ലിങ് മെഷീനിലെടുത്ത് എല്ലാവരും 34 നോക്കാം. നമ്മൾ പുലിയാണ് ഗൈസ്. പുലി നമുക്ക് ബെഡ് വാങ്ങാം. പിന്നെ ക്രാഫ്റ്റിംഗ് ബെഞ്ച് 2 വാങ്ങാം. ക്രാഫ്റ്റിംഗ് ബെഞ്ച് 2 വാങ്ങി നമ്മളൊരു ബെഡും വാങ്ങി. നമ്മൾ തന്നെ കനപ്പന 49 ഏതാ പേരില്ലേ ഗൈസ്. കാണുന്ന ആൾക്കാർ മൊത്തം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്. നമുക്ക് ഇനി മാപ്പ് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. ഇവിടെ വെക്കാം മാപ്പ്.
നമ്മളതിൽ സ്ക്രാപ്പില്ല. നമ്മളതിൽ ഇനി ഇങ്ങോട്ട് പോകാം. നമുക്ക് ബെഡ് വെച്ചാണ്ട് ഉപകാരം 2 ദിവസം കൂടി കിട്ടും നമുക്ക്. മനസ്സിലായോ ഗൈസ്? നമുക്കിപ്പോൾ മരം തീയിലിടാം. ഇതൊക്കെ വെട്ടിക്കളാം. എന്തൊരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ടല്ലോ, നോക്കണം. അപ്പം എന്തിനാ വെറുതെ നോക്കിയിട്ടൊക്കെ കിട്ടാൻ പോകുന്നു. എനിക്കൊന്നും ഇൻഫോർമേഷൻ നോക്കണേ ഇഷ്ടമല്ല ഗൈസ്. എന്തിനാ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് ആലോചിക്കുള്ളൂ ഞാൻ. നമുക്കിത് കത്തിക്കുന്നതിൽ ലെവൽ 4 ആവും. അപ്പോൾ നമ്മളെ മാപ്പ് ബിഗായിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ചെസ്റ്റൊക്കെ എടുക്കണം. ഇനിയൊക്കെ പോയിട്ട് പക്ഷെ ഇപ്പം തന്നെ പോയി ചെസ്റ്റ് എടുക്കണമെന്നൊന്നുമില്ല എനിക്ക്. ഇനി എന്ത് ചെയ്യാം? വാട്ട് ഡു വി? നമുക്ക് കുറേ മാപ്പ് നോക്കാം, മരങ്ങൾ വെക്കുക തന്നെ. മരെടുക്കുക. കുറേ ബണ്ണീസ് നമ്മളെ നോക്കണ്ടല്ലോ. നമ്മൾ വലിയ ഫാൻസാ തോന്നുന്നു അല്ലേ? നമുക്കിനി പോയി ക്യാമ്പ് ഫയറിലിടാമെന്ന് എൻ്റെ അഭിപ്രായം. തീ കെട്ട് പോയാലേ സീനോ. ഇനി മാപ്പ് നോക്കാം. നമുക്കിങ്ങനെ പോവാ. സ്പിയർ എടുത്ത് പട്ടിനെ തട്ടേക്കാം നമുക്ക്. കണ്ട പട്ടി എത്ര പെട്ടെന്ന് കുറഞ്ഞ. വുൾഫ് ബെൽറ്റ് കിട്ടി. ബെൽറ്റ് ട്രേഡർ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നു. നോക്കാം അവിടെ പോയിട്ട്. ഇല്ലടാ, ബെൽറ്റ് ട്രേഡറിന് ഇവിടെ ഒന്നും കാണില്ല. ഇങ്ങേർക്കൊരു ഉത്തരവാദിത്തം വേണ്ടേ അല്ലേ? നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ല ഇങ്ങേർക്ക്. പണിഷ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ തിന്ന് വച്ചിക്കണേ. നല്ല ക്യാരറ്റാണ് ഹെൽത്തി ഫുഡ്. നമുക്ക് ഇതൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കാം. എന്തിനാ അവിടെ വെച്ചിട്ട് 2 പ്ലാൻ ചെയ്തു നമ്മൾ. 2 ഒരുമിച്ച്. അത് നടന്നില്ല. അത് നടക്കണേ. അയ്യേ, അത് വിട്ട് നിന്ന് പോയി എടുത്ത്. ഇപ്പോൾ റെഡി. അവിടെ കുറേ മഞ്ഞ ഉണ്ടല്ലോ. അങ്ങോട്ട് പോകണോ ഇല്ല ഇങ്ങോട്ട് പോകണോ? പട്ടി സ്റ്റക്കായി നിൽക്കുമല്ലോ. അല്ലല്ല, എൻ്റെ അമ്മച്ചി ഇപ്പോൾ കൊന്നാണ് നമ്മളെ. ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണ് പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന് അറ്റാക്ക് ഉണ്ടെന്നോ? വിരുന്നുകാർക്ക് നമ്മൾ ക്ഷണം. ഗസ്റ്റ് വരുന്നുണ്ടല്ലോ നമ്മളിന്ന് വീട്ടിലേക്ക്. അപ്പം നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ആറ്റുകൾക്ക്. നമ്മളെന്തല്ലേ സ്പിയറൊക്കെ മാപ്പിൻ്റെ അപ്പുറത്ത് കിടക്കണം. It's way. Okay, come on, please come, cultists. Please come. I kill all one. എല്ലാത്തിനെയും തട്ടി കൊല്ലൂടാ നിങ്ങളൊക്കെ. വാടാ, നിങ്ങളൊക്കെ എവിടെ പോയി? ഒരുത്തൻ വന്ന്, രണ്ടാമത്തെ വന്ന്. വാടാ ചങ്കൂറ്റുണ്ടി, വാടാ. അമ്മച്ചി, ഈറ്റിങ്ങൾ എന്ത് പവറുണ്ടോ ഈറ്റിങ്ങൾക്ക്. മറ്റേ ഓൾഡ് മാക്സ് ആയാലും ഈറ്റിങ്ങൾക്ക് നല്ല പവറുണ്ട് കേട്ടോ. ഒരുത്തിൻ്റെ HP ഞാൻ നല്ല കുറച്ച് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അയ്യോ, എന്നെ അടിക്കണ ഈറ്റിങ്ങൾ. നമ്മളടിക്കാൻ നോക്കിയിട്ട് നമുക്കാ കിട്ടുന്നത്. ബാക്കിൽ വരുന്നവനെ തട്ടാന്ന് എൻ്റെ അഭിപ്രായം. കൾട്ടിസ്റ്റ് ചെയ്ത് എന്ത് പിന്നാലെ ഈറ്റിങ്ങൾക്ക് എന്തിൻ്റെ കേടാ. മറ്റേ ഡിയറിൻ്റെ ആൾക്കാരാണല്ലോ ഈറ്റിങ്ങൾ. അമ്മമാരെയൊക്കെ കൊല്ലണം. അയ്യേ, നമുക്കാണല്ലോ അടി കിട്ടണത്. നമ്മൾ അടിക്കാൻ നോക്കിയിട്ട് നമുക്ക് തന്നെയാണല്ലോ കിട്ടണത്. എന്തിൻ്റെ കേടാ ഈറ്റിങ്ങൾക്ക്. വാടാ നിനക്കൊക്കെ ശരിയാക്കി തരാം. എനിക്ക് റിവോൾവർ കിട്ടിയ നമ്മൾ ടോർച്ചൊക്കെ എന്തിനെടുക്കണം ഇപ്പോൾ? ഇപ്പോൾ ആവശ്യം സ്പിയറോ ഗുഡാക്സ് അല്ലേ? നമുക്ക് ഓടിക്കൾ. ഇവിടെയാണ് വെളിച്ചമില്ല. ക്യാമ്പ് ഫയർ വലുതാക്കാണ്ട് അതാണെന്ന് പറയുന്നുണ്ട്. എന്താ സംഭവം ഇപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്ക്. ഇതിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇവൻ കടിക്കാനും വരുന്നുണ്ട്. അയ്യോ, ഒരുത്തൻ ചത്തു. ഇനി ഒരുത്തന്നെ ഉള്ളൂ. നമുക്ക് കുറച്ച് ഹെൽത്ത് കിട്ടണം, ഹീൽ ചെയ്യണം നമ്മളെങ്ങനെയും. അവൻ ഒരുത്തനെ തട്ടണം. ഇനി ഒരുത്തനേ ഉള്ളൂ. ഇനി വേറൊരുത്തനൊന്നുമില്ല, ഒരുത്തൻ മാത്രം.
അയ്യോ മഴയും പെയ്തത് എന്ത് എനിക്ക് മഴയൊക്കെ പെയ്ത നമ്മൾ ഒരുത്തന്നെ തട്ടി ഇനി ഗൈസ്. ലെറ്റ്സ് ഗോ. നമുക്കിനി ഈറ്റുകൾ ഇനി കത്തിച്ച് വെക്കണം. അത് കത്തിച്ച് ഇനി നമുക്കത് ഡ്രില്ലിങ് മെഷീനിലിടണം. പോട്ടെ, അത് എന്തിനാ അവിടെ വെച്ച് കളിക്കുന്നു? വാ, ഞാനാണ് വീട്ടിൽ വീൽ ചെയ്തിരിക്കുന്നത് ഗൈസ്. നമുക്കിനി മരക്കഷ്ണങ്ങൾ അതിന് കൂട്ടി വേണ്ട. അതിന് ഉൾപ്പെട്ട് കൊടുക്കത്തിലിട്ട് പോയിട്ടിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ റിവോൾവർ എടുക്കാം. അതെ ഗൈസ്, നമുക്ക് റിവോൾവർ കിട്ടി. ഇനി എല്ലാത്തിനും പാണിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ വെട്ടി വെച്ച മരങ്ങളൊക്കെ ഒന്ന് പൊട്ടനായി പോയി. അതൊന്നും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് പൊട്ടനാണ് നമ്മൾ പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും ദിവസം സർവൈവ് ചെയ്തില്ലേ. ഇനി 6 മരം മരത്തിൻ്റെ താഴത്തൊക്കെയാണ് മഴ കൊള്ളൂല അല്ലേ ഗൈസ്. പിന്നെ ഇതൊക്കെ കത്തിക്കുന്നതിലിടണോ ഇടാം. കാരണം കുറച്ചൊക്കെ നനഞ്ഞതും കുറച്ചൊക്കെ നനയാത്തതുണ്ടായിരുന്നു. 3 നനയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ക്യാമ്പ് ഫയർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്ലാന്റ് വെക്കണം. ഇതാരാ? എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗൈസ്, _247. ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ഗ്ലൂവിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ ഗൈസ്. നമുക്ക് ഇപ്പം നമ്മൾ 99 days സർവൈവ് ചെയ്യില്ലേ. എന്നിട്ട് എന്തിനാ വെറുതെ പോകണം അല്ലേ? നമുക്ക് പിന്നെ പോവാം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഒരു അനിയനുണ്ട്, അനിയനെയൊക്കെ പരിചയപ്പെടുത്തി തരാം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ. ഓക്കെ ഗൈസ്. കുറച്ച് സ്പീഡ് കുറയ്ക്കണം നമ്മളിപ്പോൾ. ഞാൻ പിന്നെ എൻ്റെ അനിയനെയൊക്കെ പരിചയപ്പെടുത്തി തരാം, എൻ്റെ ഫ്രണ്ട്സിനും പരിചയപ്പെടുത്തി തരാം. ഓക്കെ, റോബ്ലോക്സ് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് റിവോൾവറിൻ്റെ ആമോ ഇട്ടിട്ടേക്ക് ചെയ്യാം. നമ്മൾ കോൾ എടുത്തില്ല. എടുക്കണം. അപ്പം എനിക്ക് മടിയായി പോയി. പാട്ടീനപ്പം തന്നെ തട്ടിക്കളാം. എന്തിനാ വെറുതെ. 2 ഷോട്ടുള്ളൂ റിവോൾവറും. ഇതൊക്കെ സ്റ്റോർ ചെയ്തേക്കുക. ഈ വോൾഫ് ബെൽറ്റ് വേണമെന്നൊന്നുമില്ല. ബെൽറ്റ് ട്രേഡറിൻ്റെ അടുത്ത് ഒരു വോൾഫ് ബെൽറ്റ് കൊടുത്തല്ലേ. അപ്പോൾ നോട്ട് വാണ്ടഡ്. കിഡിനിപ്പോൾ സേവ് ചെയ്യണം. വേണ്ട, എന്തിനപ്പം തന്നെ പോയി സേവ് ചെയ്യണ്ടേ. നൈറ്റായി. വേണ്ട, നൈറ്റായി ശരിയാവില്ല. അപ്പോൾ ഇനി പോയ പ്രശ്നമായിരിക്കും നൈറ്റായി. ക്യാമ്പ് ഫയറും തീരെ പോരാ. നമുക്ക് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. എൻ്റെ അമ്മ മറ്റേ അവൾ ഓപ്പൺ ചെയ്ത് എന്താ ചെയ്യാമയ്ക്ക് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ഡിയറിൻ്റെ ഫ്രണ്ട് എണീച്ച് ഇത്രേ. ഇതിനൊക്കെ ഒരെണ്ണം കൊടുക്കാത്ത നല്ല കുഴപ്പമുണ്ട്. നമുക്ക് ഷെൽഫ് ഉണ്ട്. ഒരു ലോഗ് വാൾ ഉണ്ടാക്കണം നമുക്ക്. ഒരു ലോഗ് വാൾ ഉണ്ടാക്കിക്കളാം. നമുക്ക് ഒന്ന് വെക്കാം. ഇവിടെ വയ്ക്കാം ലോഗ് വാൾ. അതന്നെ ഇവിടെ വയ്ക്കാം. ഇനി കുറേ എണ്ണം കെട്ടണ്ടേ. കുറേ എണ്ണം വേണ്ടേ. അതൊക്കെ പിന്നെ നോക്കാം. നമുക്ക് അറിയാതെ കെട്ടിപ്പോയതല്ലേ. വേറെ എന്തെങ്കിലും നമുക്ക് കെട്ടാൻ നോക്കാം. ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോകണം. നമുക്ക് മരം വെട്ടാനൊക്കെ പോയേക്കാം. എന്തിനാ വെറുതെ അവിടെ നിന്നിട്ട്. അയ്യോ പട്ടി ബാക്കിൽ പട്ടി വരുന്നു. ഇതെന്നാലും സ്ഥലം. പട്ടീനെ നമ്മൾ സ്റ്റക്കാക്കി ഗൈസ്. നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. ബ്രോക്കൺ ഫാനൊക്കെ നല്ല ആവശ്യമുണ്ട്. നമുക്കിത് സ്റ്റോർ ചെയ്യാം. പിന്നെ കോയിൻസ് കൊടുക്കുക, സ്റ്റോറും ചെയ്യാം ഫാന്. എന്നിട്ട് നമുക്ക് ഇതപ്പം പോവാം. അയ്യോ തണുത്തിട്ട് വയ്യടാ. തണുത്തിട്ട് വയ്യ. ഫാന്. അയ്യോ ഫുഡ് കമ്മിയാണ്. ഫുഡ് കഴിച്ച് എനിക്ക് എനർജി പോകണം. ഞാൻ പെട്ടെന്ന് പോട്ടെ അങ്ങോട്ട്.
നമ്മളെ സ്ഥലത്തേക്ക് പോകാൻ സമയമായി ഗൈസ്. ക്യാമ്പ് ഫയർക്ക് പോവാം. അതാ നല്ലത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയതില്ല ഒരു കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് പോവാം. നമുക്ക് ഇതൊക്കെ മെഷീനൊക്കെ ഇടാം. ഇനി ചൈൽഡിനെ കണ്ടുപിടിക്കാൻ പോയാലോ നമുക്ക്? 448 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അങ്ങോട്ടല്ലേ പോവാ? നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് തോക്കൊക്കെ കൊടുത്ത് അതിനെ വെടി വെച്ച് താട്ടണം പട്ടികളെ. മനസ്സിലായോ ഗൈസ്? നമുക്ക് ഇനി കിഡിനെ പോയി രക്ഷിക്കാം. അപ്പം നമുക്ക് ഡേയ്സ് മൾട്ടിപ്ലെയർ ആവും. അതുകൊണ്ട് നമുക്ക് കിഡിനെ പോയി രക്ഷിക്കാം. ആദ്യം ഒരു വുൾഫിനെ കൊല്ലാം നമുക്ക്, പിന്നെ ബാക്കിയുണ്ട വുൾഫിനെ കൊല്ലാം. ഇപ്പം എല്ലാ വുൾഫിനും വരുന്നുണ്ടല്ലോ നമ്മളടുത്ത്. ഓരോ വുൾഫിനെ നമുക്ക് കൊല്ലാം. ഇതാണ് എൻ്റെ നല്ല വഴി പറയുന്നത് ഞാൻ. ഒയ്യോ അമ്മച്ചി, എത്ര പട്ടികളാണ്ടത് വരുന്നത്. ഇത് ഓരോരോ മരി തട്ടിക്കാളാം നമുക്ക്. ഓരോ മരി. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആളെ തട്ടി നമ്മൾ. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നമുക്ക് കുറേ ഇറച്ചി വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് പോയിട്ട് ക്യാമ്പ് ഫയറിൽ ഇട്ടേക്കാം. എന്തിനാ ഇനിയും കിട്ടും നമുക്ക് അടി. വെറുതെ എന്തിനൊക്കെ അടി കൊള്ളേണ്ട ആവശ്യം. നമുക്കിപ്പോൾ വിശപ്പും ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ പോയിട്ട് ഉണ്ട്. നമ്മൾ ഈറ്റ് ചെയ്ത് കഴിക്കും. നമ്മൾ പുനർജനിച്ച് അങ്ങനെ നമ്മൾ റിവോൾവർ എടുത്ത് ബാക്കിയുണ്ട 3 എണ്ണത്തിന് തട്ടാൻ പോവാം നമ്മൾ ഗൈസ്. അയ്യോ നമ്മുടെ കയ്യിൽ 6 ഉണ്ടേ ഉള്ളൂ അല്ലേ? റിവോൾവരാ അല്ല, സോറി 7 ഉണ്ടാവും നമ്മളെ കയ്യിൽ. അപ്പോഴത്തേക്ക് ഇതിനൊക്കെ തട്ടിക്കളാം. അയ്യോ റീലോഡ് ചെയ്യണം. എന്താ അവിടെ മാത്രം നിൽക്കുന്നു? ഇനി ഒരുത്തനും കൂടി തട്ടണം. അവനും ചത്ത്. ഇനി 2. അയ്യോ എൻ്റെ അമ്മച്ചോ. അത് 1 HP. നമ്മളെ റിവോൾവർ എല്ലാ ഏമോ കഴിഞ്ഞു. എൻ്റെ അമ്മ ഉണ്ട കൊണ്ടില്ല നമുക്ക്. അവനെ കൊണ്ടില്ല. സ്പീർ കൊണ്ട് തട്ടാം. ബോയ്. അയ്യോ ഇപ്പം നൈറ്റ് ആവാനായി. ടോർച്ച് എടുത്ത് മെല്ലെ ക്യാമ്പ് ഫയറോട്ട് പോവാം. മെല്ലെ സ്റ്റോർ ചെയ്തിട്ട് പോവാം അല്ലേ? അവന്മാരൊന്നും വരാൻ പോണില്ല ഇപ്പോൾ. എന്തിനാ വെറുതെ അല്ലേ? നമുക്ക് പോവാം, നേരെ പോവാം. ഇവിടെ വലിയ കുഴപ്പങ്ങളില്ല എന്ന് എൻ്റെ അഭിപ്രായം. നമ്മളെ കീയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ തിന്നുക. ഇപ്പോൾ ഫുള്ളായി, തീറ്റയൊക്കെ ഫുള്ളായി. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും നടന്ന് കളിക്കിപ്പോൾ. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല നമുക്ക്. ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ്. കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഓക്കെ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കതാണ് അത്യാവശ്യം ഗൈസ്. കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ല കാര്യമായിരുന്നു. ഞാൻ ഇനിയും വീഡിയോ ഇടാം. കുറേ വീഡിയോ ഇട്ടേക്കാൻ. ഞാൻ വെക്കേഷൻ വരെ ഉള്ളൂ ഞാൻ വീഡിയോ ഇടാം. കഴിഞ്ഞ് ഞാൻ വീണ്ടും വരുമല്ലോ വെക്കേഷന്. അപ്പോഴൊക്കെ വീഡിയോ ഇടാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ റീലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്താ ചെയ്യാം? ആമോ ഇല്ല. ആമോ ഇവിടെ കിട്ടുന്നുണ്ടാവും. ആർക്കറിയാം. ഷെൽഫൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് വയ്ക്കാം. ഒരു ഷെൽഫ് ക്രാഫ്റ്റ് ചെയ്ത് വയ്ക്കാം. കാരണം നമുക്ക് അത്യാവശ്യമാണ് ഷെൽഫ് അത്യാവശ്യം പറയുന്നത്. കാരണം വെള്ളം അബ്സോർവ് ചെയ്യും. നമുക്ക് മരമൊക്കെ ആണെങ്കിൽ അവിടെ വയ്ക്കാം. സൈഡിൽ വയ്ക്കാം. നമുക്ക് നൈറ്റ് നോർത്തൊക്കെ സൗത്തൊക്കെ എവിടെയാണ്. അടുത്ത കിഡിനെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ രക്ഷിക്കാൻ പോയാൽ മതിയില്ലേ? ഇപ്പം തന്നെ എന്തിനാ പോയിട്ട് അല്ലേ? നമുക്ക് പട്ടികളെ കുറേ ഇറച്ചി എടുക്കണം. നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ പോകും. കിഡിനെ രക്ഷിക്കണ്ട ആദ്യം. ഈ പട്ടി ആയിട്ടേ അതുള്ളൂ. ഇന്നും തട്ടാം. അയ്യോ
ഈ പട്ടി അയത്തല്ല, സോറി പട്ടി, ഇത് വേറെ പട്ടിയാണ്. നമുക്ക് ഈ ചിക്കനൊക്കെ എടുത്തേക്കാം. എന്തിനാ അത് മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ, എല്ലാം എടുത്തിട്ട് പോവാം. നമുക്ക് സ്റ്റോർ ചെയ്തേക്കല്ല. ഇനി 2 മിനിറ്റ് ഉണ്ട് വെളിച്ചത്തിൽ. നമ്മൾ എന്തായാലും നമ്മൾ ആ കീ കാണാതെ പോയി. അതാണ് മഴയും പെയ്ത് എന്തിൻ്റെയൊക്കെ കഴിഞ്ഞായിട്ട് മഴ അത്യാവശ്യത്തിനൊന്നും പെയ്യില്ല. ഇപ്പോൾ ഈ അത്യാവശ്യത്തിന് മാത്രം പെയ്യുള്ളൂ. കൊല്ലാണ്ട് അത്യാവശ്യത്തിന് മാത്രം പെയ്യും. എന്തായാലും ചെയ്യുക. ചിക്കൻ നമുക്ക് ഫ്രൈ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യും നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? ഇപ്പം നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം ഇപ്പം തന്നെ. എന്നാലേ നമ്മൾ അടിച്ച് കയറി വരുള്ളൂ, എന്നാലേ നമ്മൾ ജീവനോടെ ഇരിക്കുള്ളൂ ഗൈസ്. അടിച്ച് കയറി വാ, ലൈക്കും സബ്സ്ക്രൈബ് അടിച്ച് കയറി വാ ഗൈസ്. നമുക്കിനി സെക്കൻഡ് കിഡിനെ കൂടി രക്ഷിക്കാൻ പറ്റിയ നല്ല കാര്യമുണ്ട്. സെക്കൻഡ് കിഡ് എവിടെ ആയിക്കോ? ഇപ്പോൾ അതിൽ ഓപ്പൺ ചെയ്യണം. ഈ കാണാത്തതുകൊണ്ട് ഒന്ന് എന്താ ചെയ്യല്ലേ? നമുക്ക് ആദ്യം ചെസ്റ്റ് നോക്കാം. അയ്യോ, ക്യാമ്പ് ഫയർ കിട്ടും. ചെയ്യപ്പോൾ ക്യാമ്പ് ഫയർ നമുക്ക് ഡയമണ്ട് കിട്ടി. ഫയർ ആസ് നമ്മൾ സേഫ്റ്റി ഇല്ലപ്പോൾ, നമ്മൾ സേഫ് അല്ലപ്പോൾ. നമുക്ക് കിഡിനെ ഇപ്പോൾ എടുക്കാം. ഇതെന്താ അതിൽ സ്പീഡ് കൂടിയ പോയ പ്രശ്നമാണ്. ഇവനെ സാക്കിലിട്ടേക്കാം. വെറുതെ ഇവനെ പുറത്തൊക്കെ ഇറക്കി വിട്ടാൽ ശരിയാവില്ല. അയ്യോ, എൻ്റെ അവസ്ഥ കാളി തന്നെ മോനെ. ക്യാമ്പ് ഫയറും കെട്ടി എന്താ ചെയ്യുക ഇപ്പോൾ? ഗതികെട്ട അവസ്ഥയപ്പോൾ. പുലി പുല്ലും തിന്നൂന്ന് കേട്ടിട്ടില്ലേ? അതേ അവസ്ഥ നമുക്ക്. അയ്യോ, ക്യാമ്പ് ഫയറാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തോ? മഴയത്തെ മരമാണ്. ഇതൊക്കെ അബ്സോർവ് ചെയ്യാം നമുക്ക്. ഒരു സെക്കൻഡ്സ് ടൈം ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് മിക്കവാറും ഓടേണ്ടി വരും ഗൈസ്. ബിയറൊക്കെ എടുത്തു നമുക്ക് വെള്ളത്തിലുണ്ടത് ചിലതൊക്കെ ഇടാമെന്ന് തോന്നുന്നു ഗൈസ്. അല്ലാതെ നടക്കുന്ന എനിക്ക് തോന്നില്ല ഗൈസ്. നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും പോകണം. കിഡാണെങ്കിൽ കിഡിന് ടെൻറ്റ് വയ്ക്കാണ്ട് പറ്റിയ സ്ഥലം. ഇവിടെ മനുഷ്യന് ഓടാൻ വേണ്ടിയിരിക്കും കിഡിന്. ഇപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? ഈ മരം വെട്ടിക്കാളാം. എന്തിനാ വെറുതെ ഗൈസ്? നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. നമുക്ക് ഈ സ്ഥലം നിന്നാൽ ശരിയാവില്ല. ഇപ്പോൾ ക്യാമ്പ് ഫയർ ഇടാനായതാ. എന്ത് ചെയ്യും ഗൈസ്? അതാണ് ചോദ്യം. നമുക്ക് നേരെ രക്ഷ ഇട്ടേക്കാം. അതിൽ 2 മരം ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 കിട്ടി, ഡബിൾ. അതും കൂടി വെട്ടിക്കളാം. എന്തിനാ വെറുതെ വെച്ചിട്ട്? നമുക്ക് ക്യാമ്പ് ഫയർ വലുതാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇന്നിട്ട് ലാസ്റ്റ് ചത്ത കാര്യമൊന്നുമില്ല നമുക്ക്. മനസ്സിലായില്ലേ? നമ്മൾ ചത്തും ലാസ്റ്റ് മൊത്തമായിട്ട്. ഇപ്പോൾ ക്യാമ്പ് ഫയർ 6% ഉള്ളൂ. 13% ആക്കി നമ്മളിപ്പോൾ. എങ്ങനെയൊക്കെയോ നമുക്കായിരിക്കും എതിർപ്പ് മൊത്തം. എന്തായാലേ ചെയ്യാം ഗൈസ്. നമുക്കിതൊക്കെ ഫ്രൈ ചെയ്ത് തിന്നേക്കാം ഗൈസ്. ഇവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ മഴയാണ് ഗൈസ്. എന്തായാലേ ചെയ്യാം. ഇവിടെ ഫുൾ സൗണ്ടായിക്കൊണ്ട് കേൾക്കണില്ല. അനിയൻ അവിടെ എന്തൊക്കെയോ കാട്ടുണ്ട് ഗൈസ്. നമുക്ക് പിന്നെ നോക്കാം. അവിടെ അനിയൻ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത്. സോറി ഗൈസ്, നമ്മുടെ ഇവിടെ മഴ പെയ്യണോണ്ട് നേരെ ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടാവില്ല മിക്കവാറും. അയ്യോ, ഇന്ന് കൾട്ടിസ്റ്റ് ആക്രമണം ഉണ്ട്. ഇത്ര ക്യാമ്പ് ഫയർ എനിക്ക് കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ മിക്കവാറും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? എന്തായാലും ചെയ്യാം. ഇവിടെ എൻ്റെ എവിടെയും മഴയാണ് ഗൈസ്. എന്തായാലും ചെയ്യാം. നമുക്കിതൊക്കെ കവർ ചെയ്ത കോയിൻസ് കിട്ടുന്ന എൻ്റെ അഭിപ്രായം.
ഒന്നും കിട്ടിയില്ല. ഇവിടെ എൻ്റെ അവിടെ മഴ ആയിക്കൊണ്ട് ഒന്നും പറയണമെന്ന് മനസ്സിലാവുണ്ടാവില്ല നമുക്ക്. അയ്യോ എൻ്റെ ക്യാമ്പ് ഫയർ കെട്ടിരിക്കും കാര്യം. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നൈറ്റ് ഇനി 1 മിനിറ്റും ഉണ്ട് കാര്യം. ഭാഗ്യത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണമെങ്കിൽ ഇത് വേണം ഇപ്പം കത്തിക്കുന്നതിലിടാൻ വേണ്ടി. കണ്ടോ മഴ ഇടി മിന്നിലേറ്റ്. എന്താ ചെയ്യാ? മഴ നിൽക്കുന്ന ലക്ഷണവുമില്ല. എന്താ ചെയ്യാ? നമുക്ക് മരം വെട്ടാം. ഗായ്സ് നമ്മൾ മരം വെട്ടി ഗായ്സ്. അങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഗായ്സ്? 14 ദിവസമായി നമ്മൾ സർവൈവ് ചെയ്തിട്ട്. ഇനി എന്ത് ചെയ്യും നമ്മൾ? ഇനി സെക്കൻഡ് കിഡിനോട് രക്ഷിച്ചാൽ നമുക്ക് അത് 741 കിലോമീറ്റർ ഉണ്ടല്ലേ. നമുക്കിനി സെക്കൻഡ് കിഡിനെ കൂടി രക്ഷിക്കാൻ നോക്കാം. എന്നാൽ ഡേ മൾട്ടിപ്ലെയർ ആവുമല്ലോ. അതെന്താ ഇതിൻ്റെ അകത്ത്? ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാമല്ലേ ഗൈസ്? അയ്യോ പട്ടി വന്ന് വേണ്ടി. റീവോൾവർ ടേക്ക് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട്. വേണമെന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നിർത്താലോ. അയ്യോ നൈറ്റായി. അപ്പോൾ ഓടിയേ പറ്റുള്ളൂ ഗൈസ്. ക്യാമ്പ് ഫയർ ആണെങ്കിൽ ഇന്ന് അറ്റാക്കും വരുന്ന ദിവസമാണല്ലോ. അതെ അറ്റാക്ക് വരുന്ന ദിവസമാണ് ഗൈസ് ഇന്ന്. നമുക്ക് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് ഇതിൻ്റെ മേലെ കയറി ഒളിക്കാം. എന്നാൽ കൾട്ടീസ്റ്റും വരൂല. മറ്റേ അയ്യോ ഡിയർ ഗൈസ്. നമുക്ക് ടോർച്ച് അടിച്ച് എങ്ങനെയെങ്കിലും അതിനെ പോക്കണം. പോയി. അയ്യോ ലേറ്റാണെങ്കിൽ അടിച്ചും പോയി. അപ്പം മെല്ലെ പോവാ. അപ്പോൾ എന്താല്ലേ ചെയ്യുക? അപ്പോൾ മെല്ലെ പോവാ. നീ മെല്ലെ സ്പീഡൊന്നും ഇല്ലാതെ മെല്ലെ പോകണം നമുക്ക്. ഇവിടെ നല്ല ഓൾഡ് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, പക്ഷെ നമ്മളെ കയ്യിൽ ഉണ്ടായിക്കൊണ്ട് നമുക്ക് വേണ്ട. എന്താല്ലേ ചെയ്യാം? നമുക്ക് ഇനി കുറച്ച് നേരം ഇവിടെ നിൽക്കാം. നമുക്ക് ഇനി എന്താവുമെന്ന് നോക്കണമല്ലോ. അയ്യോ ഡിയറാണെങ്കിൽ ഇവിടെ കുറ്റിയടിച്ചിരിക്കുക. ഡിയർ ഇതാ താഴത്തോട്ട് നോക്കി. ഇവിടെയാണെങ്കിൽ കുറ്റിയടിച്ചിരിക്കുക ഡിയർ. ഇങ്ങോട്ട് ചാടിയ അവസ്ഥ അറിയാലോ. ഡിയറിൻ്റെ കയ്യിൽ പെട്ട കത്തും. നമുക്ക് ഡ്രോപ്പ് ചെയ്തേക്കാം ഫ്ലാഷ് ലൈറ്റ്. ഇതിൽ സംഭവമില്ലല്ലോ, അതുകൊണ്ട് വേണ്ട. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക ഗൈസ്. കൂളിംഗ് ഗ്ലാസ് കണ്ണാടി ആയിക്കൊണ്ടും നമുക്കൊന്നും കാണുന്നില്ല ഗൈസ്. ഡിയറാണെങ്കിൽ ഇപ്പോഴും ഇവിടെ കുറ്റി അടിച്ചിരിക്കുക. 10 സെക്കൻഡ്സേ ഉള്ളൂ. ഇനി നമുക്ക് പുറത്തിറങ്ങിയാൽ നേരെ സ്ഥലം വിടാം. താഴത്ത് ഡിയർ കുറ്റി അടിച്ചിരിക്കുക ഗൈസ്. നമ്മളെ നൈറ്റ് കഴിഞ്ഞ് ഇനി നേരെ പോവാം നമുക്ക്. ഡിയറും പോയി, ഇൻവെസിബിളായി. അയ്യോ ഇന്ന് കൾട്ടിസ്റ്റും ഉണ്ട് അവിടെ ഗൈസ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അവിടെ തട്ടാൻ നോക്കിയാലോ. അവിടെ ആണെങ്കിൽ പിന്നെ മറ്റേ ചെങ്ങയും ഉണ്ട്. 17 ദിവസമായി ഗൈസ്. നമുക്കിപ്പോൾ കൊല്ലണം എങ്ങനെ? അയ്യോ ഗൈസ് നമ്മൾ 1 HP എപ്പോൾ ഓടേണ്ടി വരും. ഓടാം. എൻ്റെ അമ്മ ജസ്റ്റ് മിസ്. ഉന്നല്ലാത്ത കൊണ്ട് കുഴപ്പമില്ല നമുക്ക്. ആ ചെങ്ങയ്ക്ക് ഉന്നല്ല, കൾട്ടിസ്റ്റിന് ഹമ്പ് ഓടുന്നേ. എന്തുന്ന കഴിവാമന്. നമ്മൾ ചാവുമോ 1 HP? എന്തായാലും നമ്മൾ 17 ദിവസം സർവൈവ് ചെയ്തല്ലോ എങ്ങനെയെങ്കിലും. അതന്നെ വലിയ കാര്യം ഗൈസ്. അയ്യോ ചത്ത് നമ്മൾ. എൻ്റെ അമ്മോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. സബ്സ്ക്രൈബ്.